PK സിംപ്ലി നാടൻ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്, ഒരു വടയാണ് റെസിപ്പി. അതിലേക്ക് ഞാൻ കുറച്ച് ആലുവള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് നമുക്കൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സോ എന്തെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അത് തോലെല്ലാം കളഞ്ഞ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അരിഞ്ഞ് കട്ട് ചെയ്തൊന്നും എടുക്കണില്ല. നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു വടയാക്കി നമുക്ക് പല പല ഐറ്റംസ് ചെയ്യാന്നാൽ ഇപ്പോൾ ഞാനൊരു സ്നാക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് 2-3 വെള്ളം കഴുകണം, അത് ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. അതിലുള്ള കട്ടെല്ലാം കളയണമെങ്കിൽ നല്ല ഒന്ന് പിഴിഞ്ഞെടുത്താലേ അത് പോളൂ. നമ്മൾ വേവിക്കുമ്പോൾ അത് വേവിച്ചിട്ട് ഊറ്റിക്കളയല്ലേ ചെയ്യുക അതിൻ്റെ കട്ട്. അപ്പം നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ വേവിക്കാതെ തന്നെ കപ്പ നല്ല ക്ലീൻ ചെയ്തതുപോലെ എടുക്കണമെന്നുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കണ അതേ മിക്സ് തന്നെ ഈ കപ്പ ഗ്രേറ്ററിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിൽ നമുക്കും ചെയ്യാൻ പറ്റും. ഞാനിവിടെ തിരികെ വെച്ച ആലുവള്ളിയില്ലേ, നമ്മുടെ കൊള്ളിക്കിഴങ്ങിൻ്റെ, അത് ഞാനിതിലേക്ക് തട്ടാണ്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വടമാവില്ലേ, നമ്മൾ പരിപ്പ് വടയ്ക്ക് അരയ്ക്കുന്ന മാവ്, ആ മാവ് നമുക്ക് ഇതിലേക്കിടാം. ഇതിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയത് മാത്രം. എന്ന് പറഞ്ഞാൽ കിഴങ്ങിൻ്റെ ആ അളവ്, നമ്മുടെ കപ്പക്കിഴങ്ങിൻ്റെ അളവ് കുറച്ച് കൂടുതലിരിക്കണം. പരിപ്പ് കുറച്ച് മതി. അപ്പോഴേ അതിൻ്റെ നമ്മുടെ കപ്പയുടെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് വടയ്ക്ക് അരച്ച മാവ് ഇട്ടിട്ടുണ്ട്. ഒരു കൈ അളവിന്, നല്ലോണം ഒരു കൈ അളവിന് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കൈ അളവിന് ആലുവള്ളിയുടെ, തമിഴ്നാട്ടിൽ ആലുവള്ളി എന്നാണ് പറയാറ്, നമ്മുടെ ഇവിടെ കപ്പ മരച്ചീനി എന്നൊക്കെയല്ലേ പറയാറ്. അപ്പം ഞാൻ ഈ വടമാവിൽ നമ്മൾ വടയ്ക്ക് അരയ്ക്കുന്നത് പോലെ എല്ലാം ചുവന്ന മുളക്, പെരുംജീരകം, വെളുത്തുള്ളി, കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പില്ല, അതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വട ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ട സാധനങ്ങളിടാം. വട ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു തവിക്ക് ഒരു തവി അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇനി തന്നെ ഉപ്പിടണം. അതിലേക്ക് കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉള്ളി. ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ കപ്പയുടെ ആ ഒരു കുത്തലും ഒരു ഗ്യാസ് ട്രബിളും ഒന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും പരിപ്പ് വടയ്ക്ക് നമ്മൾ ഇഞ്ചി ഇടാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ കപ്പ തിരുവിയതും കൂടെ ചേർത്തൊന്ന് മാത്രം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ വടയാണ്. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരല്പം വെള്ളം ഒഴിക്കാം. കുറേ അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം നമ്മൾ ഈ കൈ അളവിന് കുറച്ചൊന്ന് എടുത്തിട്ട് നല്ലൊന്ന് കുഴച്ച് നോക്കണം. പിന്നെ അതിൻ്റെ അരിയുടെയും കപ്പയിൽ കുറച്ച് വെള്ളം ഉണ്ടാകും, ഞാനത് പിഴിഞ്ഞ് കളഞ്ഞതാണ്. അതിൻ്റെ ആ കട്ടൊക്കെ പോകാനായിട്ട് നമ്മളത് പിഴിഞ്ഞ് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചുറ്റലൊക്കെ വരും. നമ്മളത് തിരുവിയിട്ട് പിഴിഞ്ഞ് കളഞ്ഞാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ കപ്പ വേവിക്കുമ്പോൾ നമ്മളത് എടുത്ത് ഊറ്റിക്കളയല്ലേ ചെയ്യാറ്, അതുപോലെ അത് പിഴിഞ്ഞ് കളയണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല, ഇതങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്ത് വടയുടെ രൂപത്തിൽ തട്ടിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇടത്തെ കയ്യിൽ വെച്ച് നമ്മൾ വടയുടെ രൂപത്തിൽ ആക്കണമെങ്കിലും ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ
കൈ കൊണ്ട് തന്നെ നമ്മളത് നല്ല ഉരുട്ടിയിട്ട് നല്ല ഇതുപോലെ ഇപ്പോൾ 2 കൈ യൂസ് ചെയ്യണത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു കൈ വെച്ച് തന്നെ നമുക്കിങ്ങനെ ഇത് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. ഈ ഒരു വട വന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. കാരണം കപ്പയൊക്കെ കഴിക്കാത്തവർക്ക് ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ചായയുടെ കൂടെയോ അല്ലാതെ ചുമ്മാ സാമ്പാറിൻ്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതുപോലെ കപ്പയൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം. നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഞാനിവിടെ പാൻ വെച്ച് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മാക്കണം. സിമ്മിലാക്കിയതിന് ശേഷം വടയിട്ട് അത് സിമ്മിൽ വെച്ച് തന്നെ ചെയ്തെടുക്കണം. ഇതിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിരുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞ് വരും. അതിന് ശേഷം അത് ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നല്ല സിമ്മിലാക്കി വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മളത് ചെയ്തെടുക്കണം. അപ്പോഴതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ 2 സൈഡ് നല്ല വെന്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതിൽ അരിപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ഉണ്ടാവും. പിന്നെ നമ്മുടെ വടയുടെ മാവല്ലേ, പരിപ്പുവടയുടെ മാവല്ലേ, അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. രണ്ടാമത്തെ ബാച്ച് ഇട്ടതും മൊരിഞ്ഞ് കഴിഞ്ഞു. നമുക്കിതെടുക്കാം. രണ്ടിലും ഇവിടെ കപ്പവടയെല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സാമ്പാറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കണ്ടില്ലേ, നല്ല വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കപ്പയൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി ഉണ്ടാവും. ചമ്മന്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കും. ഞാനിപ്പോൾ സാമ്പാറിൻ്റെ കൂടെ, ഇപ്പോൾ ഈ വടയിൽ നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.